അഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ച് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാകുകയില്ല. എല്ലാറ്റിനെയും സാരമാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുന്ന് പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് ജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്തു. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 43-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. കർത്താവ് തന്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്തത്? ഉത്തരം: ജ്ഞാനം. ചോദ്യം 2. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി പേര് നൽകുന്നത് എന്തിന്? ഉത്തരം: മാസങ്ങൾക്ക്. ചോദ്യം 3. ആരുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു? ഉത്തരം: നക്ഷത്രങ്ങളുടെ. ചോദ്യം 3. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാണ് വിറകൊള്ളുന്നത്? ഉത്തരം: പർവ്വതങ്ങൾ. ചോദ്യം 5. തെളിഞ്ഞ ആകാശവിധാനം എന്തിന്റെ അഭിമാനമാണ്? ഉത്തരം: സ്വർഗീയ ഔന്നത്യത്തിന്റെ. ചോദ്യം 6. അത്യുന്നതന്റെ സൃഷ്ടി വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആര്? ഉത്തരം: ഉദിച്ചുയരുന്ന സൂര്യൻ. ചോദ്യം 7. കർത്താവ് നമ്മിൽ എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം: ഭയവും ഭക്തിയും. ചോദ്യം 8. ഉത്സവ ദിനങ്ങൾ ആരെ നോക്കി നിർണയിക്കുന്നു? ഉത്തരം: ചന്ദ്രനെ. ചോദ്യം 9. സംഭരണശാലകൾ തുറന്ന് ആരാണ് പക്ഷികളെ പോലെ പറക്കുന്നത്? ഉത്തരം: മേഘങ്ങൾ. ചോദ്യം 10. എങ്ങനെയാണ് നാം കർത്താവിനെ സ്തുതിക്കേണ്ടത്? ഉത്തരം: എല്ലാ കഴിവും ഉപയോഗിച്ച്.